Hi, Ram. Susan. Where were you? I've been trying to reach you all these days. I was busy. Lots of work. Susan, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. You can wait in my office. I'll join you there. Okay. Evil Susan, my what should I say? എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി, പാതി മലയാളി, ഇവിടുത്തെ ഒരു വലിയ കക്ഷിയാണ്. Hey Peter, how's the occupancy, man? Around 50%, sir. You know I don't like this around kind of stuff. Tell me the exact percentage. Let me check, sir. It's bad, Peter. The occupancy as well as your efficiency. Guess you can improve both. Okay, sir. ഈ കണ്ടതൊക്കെ വെറും ജാടയാണ് കേട്ടോ. ഒരു പുകമറ. ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു കുമിളപ്പുറത്തുള്ള സഞ്ചാരമാണ് എൻ്റെ ജീവിതമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ബുദ്ധിമുട്ടാണ്. ബട്ട് യു വിൽ ഹാവ് ടു ബിലീവ് ഇറ്റ്. ഭാഗ്യദേവതയും ഞാനുമായിട്ടുള്ള ചങ്ങാത്തം അവസാനിച്ചിട്ട് 19 മാസങ്ങൾ തികയുന്നു. ആൻഡ് ഐ ആം എൻ ഡീപ് ഷട്ട്. എൻ്റെ അവസ്ഥയിലുള്ള ഒരാളുടെ മുമ്പിൽ 2 വഴികളാണുള്ളത്. ആദ്യത്തെ വഴിയിലൂടെ ഞാനൊരൽപ്പം പോയി നോക്കി. മരണത്തിലൂടെ രക്ഷപ്പെടാൻ ഞാൻ ഒരുക്കമല്ല. കാരണം അപ്പോഴും പലരും പലതും അവശേഷിക്കും. മരണത്തിനപ്പുറവും എന്നെ പിന്തുടർന്നുകൊണ്ട്. പിന്നെ എൻ്റെ മുന്നിലുള്ളത് സ്വല്പം കുഴപ്പം പിടിച്ച വഴിയാണ്. സ്വല്പമല്ല, ശരിക്കും കുഴപ്പം പിടിച്ച വഴി. ഇന്ന് ഞാൻ ഈ നിലയിലെത്താൻ കാരണം എൻ്റെ ഭാഗ്യം മാത്രമല്ല, എൻ്റെ അധ്വാനം, പിന്നെ എൻ്റെ ബിസിനസ് അക്യൂമൻ. ആ ബുദ്ധി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു ഇൻ എ വെരി വിക്കറ്റ് വേ. നിവർത്തികേട് കൊണ്ടാ കേട്ടോ. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ നിൽക്കും, എനിക്കുറപ്പാ. Hey, Ram. Where are you, man? I'm tired of waiting for you. Sorry, lots of work. Now let's finish ours. Get me a ticket to India tomorrow. India? Yup, India. Cochin, to be precise. യെസ്, മേ ഐ ഹെൽപ്പ് യു? എന്താണ്, എന്ത് വേണം? ഈ സാവി ദാ അകത്താട്ടിയല്ല, അങ്ങാടി ചോദിക്ക്. ഈ സാവി ചാവി. ലോൺ എടുത്ത് ബൈക്കും വാങ്ങിച്ച് മോളിൽ കയറി കാലും കവച്ചിരുന്ന് പോയാ പോരാ, തവണ അടയ്ക്കണം. എന്തായാലും നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ബൈക്ക് പൊക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോ തന്നെ ചാവി ഇവിടെ കൊണ്ടു തന്നല്ലോ. ചാവിങ്ങന്നേ എവിടെ ഞങ്ങളെ സാവി അന്വേഷിച്ചു വന്നതാ ഒരു പരിപാടി ഏൽപ്പിക്കാൻ. ദേ നല്ല ഭംഗിയാ നടത്തണം. പൈസ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഓടി വന്ന് ഏൽപ്പിച്ചിട്ട് പോയി സർക്കാരിന്റെ ജനസേവന കേന്ദ്രം. എന്നാണ് പരിപാടി? എവിടെയാണ്? എപ്പോഴാണ്? ഈ 22-ാം തീയതി. 22-ാം തീയതി. 22-ാം തീയതി നടക്കില്ല. അന്ന് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു കല്യാണം. 26-ാം തീയതി ഫ്രീ ആണ്. അന്ന് മതിയോ? മതി. എങ്കിൽ അഡ്വാൻസ് പണം കൗണ്ടറിൽ അടച്ച് രസീത് വാങ്ങിച്ചു പൊയ്ക്കോ. മണിയപ്പാ, ദേ ഞാൻ പോണേണ്. പോണോ? എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ട്. ഷൂട്ടിംഗാ? ആ, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ. ഇന്ന് ദുൽഖർ സൽമാന്റെ കല്യാണ സീനാണ് കേട്ടാ. ഞങ്ങ 50 പേരെ കല്യാണ പാട്ടിലെ റിച്ച് ഗേൾസാ. എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ റിച്ച് ഗേൾസിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? അത് നീ നിന്റെ വീട്ടിൽ ചെന്ന് ചോദിക്കും. കൗണ്ടർ പോയി പണം പെട്ടെന്നട. വീട്ടിൽ ചെന്ന് പല സംശയം തീർക്കള. നടക്കുവോന്നാ? കാണണോ? നല്ല ഭംഗിയായിട്ട് നടക്കും. നീ പാടേ. എന്നാലും സാവി ഒന്ന് കാണാതെ നടക്കില്ല. സാവി വരാപ്പുഴയിൽ ഒരു മനസ്സമ്മതം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ ദൈവമേ, അങ്ങയുടെ വാത്സല്യാദികളാൽ അങ്ങയുടെ മക്കളായ ജോമോനും ആനിയും പരസ്പരം സ്നേഹിക്കാൻ പ്രചോദനം നൽകിയ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയെ പ്രസാദിപ്പിക്കാനും യഥാസമയം വിവാഹമെന്ന കൂദാശയിൽ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജോമോൻ എന്ന നിങ്ങൾ
തിരുസഭയുടെ നിയമപ്രകാരം ഈ നിൽക്കുന്ന ആനിയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ആനി എന്ന നിങ്ങൾ തിരുസഭയുടെ നിയമപ്രകാരം ഈ നിൽക്കുന്ന ജോമോനെ നിങ്ങളുടെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണോ ആനി? സമ്മതമല്ല. ആനിക്ക് സമ്മതമല്ല ഫാദർ. ബിക്കോസ് ഷീസ് ഇൻ ലവ്. ദേ ഇവനുമായിട്ട് അതെ ഫാദർ. കുറച്ച് പഴക്കമുണ്ട്, ഒരു 4 വർഷം. പിന്നെ എങ്ങനെയാ ഫാദർ ആനി ഇവനുമായിട്ട്? നീ ആരോടാ പറയാൻ? ഇടങ്ങേറാക്കല്ലേ, നിനക്കെന്നെ അറിയില്ല. എനിക്ക് അറിയാം സർ. ആനിയുടെ ഗോഡ് ഫാദർ അല്ലേ തലത്തൊട്ടപ്പൻ, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് പോൾ ആലിംഗൽ സർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞതല്ലേ നിയമപരമായി അതിൻ്റെ ഒരു ശരി. പിന്നെ ആനിയുടെ സമ്മതമില്ലാതെ ഈ മനസ്സമ്മതം നടക്കുമോ? മോനെ നിന്നെ ഞാൻ പോലീസ് ഡിക്ഷൻ വേണ്ട. ഓളച്ചായം വിട്ടേര്, ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ദേ അച്ഛൻ ഏറ്റെടുത്തു, പ്രശ്നം തീർന്നല്ലോ. ഫാദർ, മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. ഞാൻ വെറും ഒരു ഇടനിലക്കാരൻ. പോളെ, ഇത് നടക്കില്ല. തൽക്കാലം എല്ലാവർക്കും പിരിയാം. അച്ചോ, നാളെ ഒന്ന് ഫ്രീ ആവണം ഇവന്റെ ശവാടക്കിന്. എടാ സാവി, ആ കാമുകനെ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത്. അവന്മാരെ അവനെ പഞ്ഞിക്കിടൂ. മനസ്സമ്മതം കലക്കാനേ ഏറ്റിട്ടുള്ളൂ, അല്ലാതെ അവന്റെ ജീവന് ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല. പണി നടത്തിയതിന്റെ കാശൊക്കെ കിട്ടിയോടാ നിനക്ക്? ഓ കിട്ടി, അതിന്റെ ചെലവിന് പോയാ കായ്ക്കറിയുടെ ബിരിയാണി കഴിക്കാൻ. എന്നാ ഞങ്ങളുടെ വക ഒരു ട്രീറ്റ് തരാം, തന്നേക്കട്ടെ. സന്തോഷം. എടാ സാവി, എന്നെ അടിച്ച കണ്ടില്ലേടാ?